ബ്രോ പൊങ്കലിന് ശക്തി രാജാ സാബ് ഈ വിജയുടെ പടം പറയുന്നത് അപ്പോൾ ഏതാണ് ബ്രോ ഈ പ്രതീക്ഷ? എനിക്ക് ജനനായകൻ തന്നെ പ്രതീക്ഷയുള്ളത് ഈ മൂന്നിന്. എന്താണ് വേറെ ഈ ക്ലാഷിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ക്ലാഷിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയെ പോലൊരു കൾട്ട് ക്ലാസിക് ആക്ടറാണ് തമിഴ്നാട് ഓഡിയൻസിനുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടറിൻ്റെ ഫൈനൽ സിനിമ എന്ന നിലയിൽ അതിനൊരു ക്ലാഷ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ പടത്തിൽ? പ്രതീക്ഷയായിട്ട് വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പുള്ളിക്കാരനൊന്ന് ശ്രമിക്കുമെന്നുണ്ട്. പിന്നെ രാജാ സാഹിബിൻ്റെ ട്രെയിലറൊന്നും എനിക്കധികം പിടിച്ചില്ലായിരുന്നു ടു ബി ഓണസ്റ്റ്. എനിക്കത് രാധേശ്യാം കട്ട് പോലെയൊക്കെ തോന്നി, അതുകൊണ്ട് അതിന് വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കില്ല. പ്രഭാസിൻ്റെ സ്ക്രീൻ പ്രസൻസ് നല്ലതാണെങ്കിലും ബാഹുബലി പോലെ ചില ഫിലിംസ് അല്ലാതെ രാധേശ്യാം പോലത്തെ ഞാൻ തിയേറ്ററിൽ വന്ന് പേഴ്സണലി കണ്ട സിനിമയാണ്, അതുകൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ ഇച്ചിരി ലോ ആണ് എനിക്ക് രാജാ സാഹിബ്. മറ്റേ പരാശക്തി എനിക്ക് എസ്കെ ആക്ച്വലി ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ നല്ലതാണ് അത്യാവശ്യം. ബട്ട് അതിനൊരു ക്ലാഷ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ പല പല തിയേറ്റർ ഓണേഴ്സിനും എല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലാഷ് എന്ന് പറയുന്നത്. അതിനാവശ്യമില്ലായിരുന്നു. അപ്പോൾ ഈ പൊങ്കൽ ആര് തൂക്കാനാണ് സാധ്യത? അത് ജനനായകനായിരിക്കും. കാരണം ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ് വിജയ്. ഇപ്പോൾ സിനിമ കൊള്ളൂലെങ്കിലും കളക്ഷൻ വൈസ് ജനനായകൻ തന്നെ ആയിരിക്കും. எதிர்பார்ப்பு படம் வெற்றி பெறும் எதிர்பார்ப்பு இருக்குது. நல்ல மாதிரி தான் பண்ணிட்டு இருக்காரு விஜய். நல்லா தான் இருக்கும் படம். வேறு விஜயோட கடைசி படம் எப்படி இருக்கும் ஆடியன்ஸுக்கு? அது சூப்பராக தான் இருக்கும். எல்லோரும் பயங்கர எதிர்பார்ப்போடு இருக்காங்க. வெற்றி பெறணும்னு நினைக்கும். வெற்றி பெறணும். நல்லா இருக்கும். വിജയുടെ ലാസ്റ്റ് സിനിമയാണ്, എക്സ്പെക്ടേഷൻ ഉണ്ടോ? എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. എല്ലാവരുടെയും കണക്ക് ലാസ്റ്റ് പടം ആയതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പിന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വന്നു കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്, അപ്പോൾ ലാസ്റ്റ് പടം രാഷ്ട്രീയ പടമാണെങ്കിലും ഓഡിയൻസ് ഏറ്റെടുക്കും. ഡെഫിനറ്റ്ലി വിജയുടെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അത് എന്തായാലും ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. പുള്ളിക്കാരൻ്റെ ഒരു അജണ്ട വെച്ചിട്ട് എങ്ങനെയായാലും അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് വേറൊരു ഡിസ്കഷൻ ആയിരിക്കും. കൂടെ ക്ലാഷ് പരാശക്തി ഉണ്ട്, രാജാ സാബ് ഉണ്ട്, അങ്ങനെ വരുമ്പോൾ പടത്തിന് എന്തെങ്കിലും അറിയാമോ? അത് അറിയാൻ പറ്റത്തില്ല. പക്ഷെ വിജയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം ലാസ്റ്റ് മൂവിയാണ്. പിന്നെ വിജയുടെ ഫിലിംസ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ലതാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാഷ് പരാശക്തിയൊക്കെ ക്ലാഷ് വരുന്നില്ലേ? പടത്തിന് മണിയാവോ? ഇല്ല, വിജയ് മൂവിയല്ലേ, അടിപൊളിയായിരിക്കും. വിജയുടെ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും കുറെ എക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കില്ലേ, അത് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൂവിയും കൂടിയല്ലേ. പരാശക്തി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയില്ല. ശിവകാർത്തികൻ പടം പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? എന്തോ എന്നാലും അതിന് കൂടുതലൊരിതല്ല, വിജയ് മൂവിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ജനനായകൻ നല്ലൊരു മൂവി ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നമ്മൾ ത്രില്ലിംഗ് ആയിട്ടിരിക്കുന്നത്. നല്ലൊരു മൂവി ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. വിജയ് എന്തായാലും എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഹൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഉറപ്പുണ്ട്.